ഇന്നലെ ഇവിടുന്ന് ടി വി സ്റ്റാൻഡൊക്കെ മാറ്റി ഞാൻ പറഞ്ഞായിരുന്നല്ലോ. അപ്പോൾ ടി വി സ്റ്റാൻഡ് ഇവിടെ വെച്ചുകൊണ്ട് തന്നെയല്ലായിരുന്നോ ഞാൻ വീഡിയോ എടുത്തത്. അപ്പോൾ അത്ര അങ്ങോട്ട് വൃത്തിയായിട്ട് തോന്നിയില്ലല്ലോ. ഇന്നലെ അതെല്ലാം മാറ്റി കൊച്ചു റൂമിലേക്ക് ടി വി സ്റ്റാൻഡൊക്കെ മാറ്റി. അപ്പം ഇഷ്ടം പോലെ സ്ഥലമാണ് കേട്ടോ ഇപ്പം. ഇനി അച്ഛനെയും കണ്ണനെയും പേടിക്കണ്ട. ഇല്ലടി, നിങ്ങൾ ടി വി തള്ളിയിടുമെന്ന് പറഞ്ഞ് ഞങ്ങളിങ്ങനെ വെച്ചേക്കുന്നത്. നീയും കണ്ണനും ടി വി തള്ളി താഴെ ഇടുന്നതുകൊണ്ടാണ് ഞങ്ങൾക്ക് ഇങ്ങനെ ചെയ്യേണ്ടി വന്നത്. ഇങ്ങനെ പ്രത്യേകിച്ച് നീ, നിനക്ക് ദേഷ്യം വന്നാൽ നീ എല്ലാവരും പിടിച്ച് തള്ളി താഴെ ഇടും. ഹായ്, നമസ്കാരം. എല്ലാവർക്കും നമ്മുടെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ നമ്മുടെ ഇന്നത്തെ കുഞ്ഞു വിശേഷങ്ങളൊക്കെ ആയിട്ടാണ് ഞാൻ വന്നിരിക്കുന്നത്. അപ്പം രാവിലെ തന്നെ വീഡിയോസ് ഒന്നും എടുത്തില്ല കേട്ടോ. രാവിലത്തെ ബ്രേക്ക്ഫാസ്റ്റ് ഉണ്ടാക്കുന്ന വീഡിയോസ് ഒന്നും എടുത്തില്ല. ഉച്ചയ്ക്ക് ചോറ് ഞാൻ വെച്ച് കിട്ടി. പിന്നെ നമ്മുടെ മുരിങ്ങയ്ക്കയും ചക്കക്കുരും മാങ്ങായും കൂടെ കറി വെക്കാനായിട്ട് ചക്കക്കുരു അടുപ്പ് വെച്ചു. മുരിങ്ങയ്ക്ക ഇത് കേട്ടോ ഒത്തിരി തന്നായിരുന്നു കേട്ടോ മണിയമ്മ എടുത്തുന്നേ. ഇനി ഇത്രയും കൂടെ ഉണ്ട്. അപ്പോൾ ഇതിൽ നിന്ന് എടുക്കണം. കഴിഞ്ഞ ദിവസം മേടിച്ച മാങ്ങ ഞാൻ കണ്ടില്ലായിരുന്നേ, ഒരെണ്ണം ഫ്രിഡ്ജിൽ കിടപ്പുണ്ടായിരുന്നു. അപ്പോൾ ഇന്നലെ എന്നതോ തപ്പി ചെന്നപ്പോഴത്തേക്ക് കിട്ടിയതാണ്. അന്നേരം ഞാനിവിടെ തന്നാൽ പിന്നെ ചക്കക്കുരു മാങ്ങയും മുരിങ്ങയ്ക്കയും കൂടെ കറി വെച്ചേക്കാമെന്ന് വിചാരിച്ചു. പിന്നെ 2 കൊച്ചുള്ളിയും കൂടെ അതിനകത്തിട്ടു, പച്ചമുളകും കൂടെ. അപ്പം അങ്ങനെ കറി വെച്ചേക്കാമെന്ന് വിചാരിച്ചു. അപ്പോൾ അതിനുള്ളതെല്ലാം അരിയാനായിട്ട് തുടങ്ങുവാണ്. അപ്പം ഇന്നലെ ഞാനൊരു വീഡിയോ ഇട്ടില്ലായിരുന്നോ? ആ വീഡിയോ ഞാൻ പറഞ്ഞായിരുന്നല്ലോ, ഞാൻ ഉപയോഗിച്ച് നോക്കിയിട്ട് പറയാം എന്ന് പറഞ്ഞില്ലായിരുന്നോ? എൻ്റെ പൊന്നോ, അത് ഉപയോഗിക്കരുത് കേട്ടോ. സത്യം ഞാൻ പറയാം. ഇനി എല്ലാവരും ഈ നല്ലതാന്ന് പറയുന്നത് എന്നാന്ന് എനിക്കറിയത്തില്ല. എൻ്റെ അനുഭവം വെച്ച് ഞാൻ പറയുവാണ്. അത് ഒന്നിനും കൊള്ളുകയല്ലെന്നല്ല. എന്നാന്ന് വെച്ചാൽ എൻ്റെ കൈയൊക്കെ ഇപ്പം കുളിയൊക്കെ കഴിയുമ്പോഴത്തേക്കുണ്ടോ കുറച്ചൊക്കെ വ്യത്യാസം വന്നു കേട്ടോ. എന്നാലും കൈയൊക്കെ ഒരുമാതിരി നമുക്ക് അതിനകത്ത് കാണുന്നതിനേക്കാൾ ഇതായിട്ടാണ് കൈ ഇരിക്കുന്നത്. നഖത്തിൻ്റെ വരെ ഒരുമാതിരി കളർ മങ്ങിപ്പോയ പോലെ ആയിപ്പോയേ. നഖമൊക്കെ ഒരുമാതിരി എന്നതാ ഈ അങ്ങ് ഒരു ഇതില്ലാതായിപ്പോയി. കൈ ആണെങ്കിലും എല്ലാം. പാത്രം ഈ പറയത്തക്കതായ വലിയ വെളുക്കിലൊന്നും ഇല്ല കേട്ടോ. ഞാൻ ആ ലിക്വിഡ് ഉണ്ടാക്കിയ സമയത്ത് അതിനകത്ത് വെച്ചിരുന്ന ആ പാത്രത്തിന് നല്ല കളറായിരുന്നു. അത് കഴിഞ്ഞ് ഞാൻ എൻ്റെ ചീനിച്ചട്ടിയുടെ ഒക്കെ പുറമൊക്കെ ഉണ്ടല്ലോ, നമ്മൾ ഈ അടുപ്പേ വെച്ച് നല്ല തീയതിക്കുമ്പോൾ അത് ഓട്ടോമാറ്റിക്കായിട്ട് അങ്ങനെ വരുന്നതാണ്. എല്ലാവരും ചീനിച്ചട്ടിക്കുണ്ട്. ഞാൻ കടയിൽ ചോദിച്ചപ്പോഴും അവർ പറഞ്ഞു അതങ്ങനെ വരും, കഴിയാലും പോകാൻ ഇച്ചിരി പാടാണ് എന്ന് പറഞ്ഞത്. എൻ്റെ ആദ്യത്തെ ചീനിച്ചട്ടിയുടെ പുറം അങ്ങനെ അങ്ങോട്ട് ഗ്യാസ് വെച്ചാലും ആ കളർ വരുമെന്ന് പറഞ്ഞേ. അല്ല പിന്നെ നോൺ സ്റ്റിക്കോ വല്ലതൊക്കെ ആയിരിക്കണം എന്ന് പറഞ്ഞു. ഞാൻ ഈ കുന്തം ഉണ്ടല്ലോ ഉണ്ടാക്കിയിട്ടുണ്ടല്ലോ എങ്ങനെ ഞാൻ ഇച്ചിരി ഉണ്ടാക്കിയുള്ളൂ കേട്ടോ. ഞാൻ എപ്പോഴും അങ്ങനെയാണ്. എനിക്ക് അറിവില്ലാത്തൊരു കാര്യമാണെങ്കിൽ ഞാനത് ഒരുപാട് വലിച്ചവരെ ഉണ്ടാക്കാൻ നിൽക്കത്തില്ല, കുറച്ചേ ഉണ്ടാക്കത്തുള്ളൂ. അത് പ്രയോജനപ്പെട്ടാലല്ലേ നമുക്ക് കൂടുതൽ ഉണ്ടാക്കുന്ന കാര്യമുള്ളൂ. അപ്പം ഞാൻ അവർ പറഞ്ഞ പോലെ തന്നെയൊക്കെ ഉണ്ടാക്കിയത്. അതുപോലെ എൻ്റെ കുക്കറിനകത്ത് നിങ്ങൾക്ക് കാണണോ? ഒന്നും പറയണ്ടെന്നേ. ഇത് കണ്ടോ, കാണാമോ? ഇന്നലെ ആ പുളി തിളപ്പിച്ചപ്പം നല്ല പോലെ വെളുത്തിരുന്നു കേട്ടോ. അത് കഴിഞ്ഞേച്ച് ഞാൻ അത് ചക്കയൊക്കെ വേവിച്ച് കഴിക്കുമ്പോഴത്തേക്കുണ്ടല്ലോ ഇതിനകത്തെ കളർ ഇങ്ങനെ ആയിപ്പോയത്. എന്നാ പറയാനോ, ഒന്നും പറഞ്ഞിട്ട് കാര്യമില്ല. മണ്ടത്തരം കാണിച്ചു വെച്ചേച്ച് ഒത്തിരി പേര് യൂട്യൂബ് തുറന്നാലും ഫേസ്ബുക്ക് തുറന്നാലും ഇതേ ഉള്ളൂ. ഈ പുളികളയില്ല ഇതുകൊണ്ട് ആന ഉണ്ടാക്കാം, കുതിര ഉണ്ടാക്കാം എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ഇങ്ങനെ മനുഷ്യരെ പറ്റിക്കാൻ വേണ്ടി തന്നെ ഇട്ടേക്കുന്നതാണ്. എനിക്കറിയത്തില്ല കേട്ടോ ഇനി ഇത് ഉപയോഗിക്കുന്നവർക്കൊക്കെ പ്രയോജനം ഉണ്ടോയെന്ന്. എന്നാൽ എനിക്കൊരു പ്രയോജനം ഉണ്ടായില്ല. എൻ്റെ പാത്രത്തിൻ്റെ ഞാൻ ആ ചീനിച്ചട്ടിയും കൂടെ കാണിക്കാം. ഞാൻ അത് തേച്ച് കഴുകുന്ന ഇപ്പോൾ ഇത് കഴിയുമ്പോഴത്തേക്ക് ഞാൻ കാണിക്കും കേട്ടോ. തേച്ച് കഴുകുന്ന സമയത്ത് ഞാൻ വീഡിയോ എടുത്തായിരുന്നു. കാര്യം ഇത് നല്ലതാണോ ഇല്ലെന്ന് അറിയണമല്ലോ എന്ന് ഓർത്തിട്ടോ. ഒരച്ചൊരച്ച് എൻ്റെ കൈയുടെ അങ്ങേ ലോകം പറ്റിയെന്നേ. ഒന്നാമത് ഞാൻ പറഞ്ഞില്ല, ഇന്നലെ കൈ മുള്ളു കൊണ്ട് കയറി കൈ ഇച്ചിരി മുറിഞ്ഞിരിക്കുക. ആ ഒരക്കില്ല, ഇച്ചിരി ചാരോ സോപ്പ് ഇട്ട് ഉരച്ചിരുന്നില്ല. ആ പാത്രം ഇതിനൊക്കെ നല്ലതായിട്ട് വെളുത്തായിരുന്നു. ഒന്നും പറയണ്ട. അന്നേരം ഞാനും വിചാരിച്ചിട്ടോ ആ പാത്രമൊക്കെ നല്ലപോലെ വെളുത്തപ്പോഴത്തേക്ക് എനിക്ക് തോന്നി അയ്യോ നല്ല സാധനം. എനിക്കൊന്നേ ഈ ചിലിമ്പുളി നമ്മൾ ഇതൊന്നും ചേർക്കാതെ ചുമ്മാതാണെങ്കിലും നിലവിളക്കൊക്കെ തേച്ച് കഴിയുമ്പോഴും വെളുത്ത് കിട്ടുമല്ലോ. ഇതിനകത്തോട്ട് സോഡാപ്പൊടി, പിന്നാരി ഇതെല്ലാം ചേരുന്നില്ല. നമ്മുടെ കൈക്ക് അതൊന്നും താങ്ങാൻ പറ്റാത്തതുകൊണ്ടായിരിക്കാം കൈയൊക്കെ ഇതുണ്ട്. ശരിക്കും ഉണ്ടെന്ന് ഈ കളറുന്നുണ്ട്, ഒരു വേറൊരു കളറല്ലേ. അങ്ങനെയാണ്. അതുപോലെ തന്നെ ഉണ്ടല്ലോ ഇന്നലെ ഇതിന് നല്ല മണമായിരുന്നു കേട്ടോ. ഇന്നലെ എനിക്ക് ആ മണം വലിയ കുഴപ്പമായിട്ട് തോന്നിയില്ലേ. അയ്യോ, ഇന്നുണ്ടല്ലോ എൻ്റെ ദൈവമേ, എനിക്ക് ഓക്കാനും വരുമോ ഈ മണം വരുമ്പോഴത്തേക്ക്. ഇത് ഞാൻ കളയാനായിട്ടാ, ഈ ഒരു കുപ്പിയും കൂടെ ഉള്ളൂ ഇത് കളയാനായിട്ടാ. എന്നാണെങ്കിലും വലിയ നഷ്ടം സംഭവിച്ചില്ല കേട്ടോ. അതുകൊണ്ട് പിന്നെ എനിക്കൊരു സമാധാനമുണ്ട്. മറ്റേ കുപ്പിക്ക് അതൊരു ശകലമുള്ളായിരുന്നു. ആ കുപ്പിയിലെല്ലാം കളഞ്ഞു വെച്ചാൽ പിന്നെ കഴുകി വെച്ച് ഞാൻ എന്നാ അറിയോ ഇന്നലത്തെ പാത്രം തൊട്ട് ഞാൻ വെച്ച് കേട്ടോ. ആ രാവിലെ ലിക്വിഡ് കൊണ്ടൊക്കെ കഴുകി നമുക്ക് സെറ്റാക്കാമല്ലോ എന്ന് വിചാരിച്ചുകൊണ്ട്. അപ്പം മറ്റുള്ളവരെ കാണിക്കുകയും കൂടെ ചെയ്യാമല്ലോ എന്നൊക്കെ ഓർത്താണ് ചെയ്തത്. പക്ഷേ എങ്കിൽ ഉണ്ടല്ലോ നെയ്യോ ഒന്നും പറയണ്ട എൻ്റെ ദൈവമേ. ഇങ്ങനൊക്കെ
മനുഷ്യരെ പറ്റിക്കുമോ? ആ പുളി കൊണ്ട് അച്ചാറിടാൻ കൊള്ളാം കേട്ടോ. അതിനേക്കാൾ നല്ല നമ്മുടെ വിമ്മും പ്രില്ലും ഒക്കെയാണ് ഏറ്റവും നല്ലത്. എനിക്ക് ഒന്നാമത് വിമ്മിൻ്റെ കട്ട ഞാൻ അങ്ങനെ ഉപയോഗിക്കാറില്ലേ, എനിക്കത് അലർജിയാണ്. എൻ്റെ കൈ പെട്ടെന്ന് അങ്ങ് പൊട്ടും. ഞാൻ ഈ ലിക്വിഡാണ് കൂടുതലും ഉപയോഗിക്കുന്നത്. പക്ഷേങ്കിൽ ഈ ഞാൻ ഇന്നലെ ഓർത്ത് ലിക്വിഡല്ലേ, നമുക്ക് കടയിൽ നിന്നൊക്കെ ഇത് മേടിക്കുന്നത് നല്ല വിലയല്ലേ. നമ്മൾ വീട്ടമ്മമാരെപ്പോഴും എങ്ങനെ എണ്ണയിലൊക്കെ കണ്ടു കഴിഞ്ഞാൽ നമ്മളത് നല്ലതാണെങ്കിൽ നമ്മളത് ഉപയോഗിക്കും, നമുക്ക് ലാഭം കിട്ടുന്ന ഒരു കാര്യമാണെങ്കിൽ. പക്ഷേ ഇത് ലാഭിക്കാൻ പോയണ്ടല്ലോ ഇപ്പം അതൊക്കെ വലിയ വെളുപ്പൊന്നും പാത്രത്തിന് വരുന്നില്ല കേട്ടോ. ഞാൻ പാത്രം കഴിയൊക്കെ നോക്കിയിട്ടുണ്ടല്ലോ, ആ ഉണ്ടാക്കുന്നതിൻ്റെ അന്ന് അത് വലിയ കുഴപ്പമില്ല. ഒരു പുള്ളിക്കാരി ഞാൻ കണ്ടായിരുന്നു, ഒരു 5-6 കുപ്പി ഉണ്ടാക്കി വെച്ചേക്കുന്നു, നല്ലതാ, 1 വർഷം വരെ ഇരിക്കുന്നു. പിറ്റേ ദിവസം ആയപ്പോൾ ഈ സ്മെല്ല്. അപ്പോൾ ഒരാഴ്ച ആകുമ്പോഴത്തേക്ക് ഇതിന് എന്നതായിരിക്കും വാടകയെന്നൊന്ന് വിചാരിച്ച് നോക്കി. എന്നെയാണ് ഞാൻ എല്ലാവരും പറയുന്നു ഇത് നല്ലതല്ല. എനിക്ക് അനുഭവം വെച്ച് ഞാൻ പറയുകയാണ്, ഇത് പന്നലാണ്. ഞാനിപ്പോൾ ഇത് മൊത്തം എടുത്ത് കമത്തി കളയാൻ പോവാം. എനിക്കിത് ഒട്ടും ഇഷ്ടപ്പെട്ടില്ല, ഇതിൻ്റെ സ്മെല്ലാണ് എനിക്ക് ഒട്ടും ഇഷ്ടപ്പെടാത്തത്. ആ കൂടെ എൻ്റെ കൈയൊക്കെ ഇങ്ങനെയും കൂടെ ആയപ്പോഴത്തേക്കുണ്ടല്ലോ എനിക്കങ്ങ് വല്ലാതായിപ്പോയി. ഇനി എന്നേലും മറ്റേ നമ്മളൊരു മെഴുകിൻ്റെ ഉണ്ടാക്കി വെച്ചിട്ടുണ്ടല്ലോ, ഒരു വാസലിൻ പോലെ, അത് ഇനി ഒന്ന് കയ്യെ പുരട്ടി ഒന്ന് സെറ്റാക്കി എടുക്കണം. അത് കയ്യെ പറ്റുമ്പോഴത്തേക്കും നല്ല ഇതായിട്ട് മാറും കേട്ടോ. അതുപോലെ ചെറിയൊരു പുകച്ചിലും ഒക്കെ ഉണ്ട് എൻ്റെ കൈക്ക്. അതുകൊണ്ട് ഞാൻ എല്ലാവരോടും പറയുന്നു, ഞാൻ ഇന്നലെ പക്ഷേ വീഡിയോയിൽ ഇട്ടത് നല്ലതാണെന്നോ. ഇന്നലെ ഞാൻ ആ പാത്രം കഴുകിയൊക്കെ ചെറുതേക്ക് അന്നേരം നല്ല ഇതായിട്ട് തോന്നിയായിരുന്നു കേട്ടോ. പക്ഷേ ഈ ഒരു സ്മെല്ലൊന്നും ഇല്ലായിരുന്നു കേട്ടോ, നല്ല സ്മെല്ലായിരുന്നു. പ്രത്യേകിച്ചൊരു സ്മെല്ലെന്ന് പറയാനായിട്ടില്ലായിരുന്നു. പക്ഷേ ഇന്നാണ് അതിന് ഭയങ്കര സ്മെല്ല്. അതിന് അച്ഛൻ എന്നോട് പറഞ്ഞ്, കണ്ട കണച്ചാതി എല്ലാം ഉണ്ടാക്കി പാത്രം കഴുകുക, ഇനി ഈ പാത്രം വല്ലതും ഉണ്ടാക്കാൻ കൊള്ളുമല്ലോ ദൈവത്തിനറിയാതെ. അതുകൊണ്ട് ഞാൻ അതെല്ലാം എടുത്ത് മാറ്റി കേട്ടോ. മാറ്റി വെച്ച് നമ്മുടെ വിമ്മും നമ്മുടെ ഇതൊക്കെ മതി. ഇച്ചിരി ചാരം ഇട്ട് കഴുകാമെങ്കിൽ പാത്രം നല്ല അടിപൊളിയായിട്ട് വെളുക്കും. അതൊക്കെ മതി, അതൊക്കെയാണ് നല്ലത്. അപ്പം ഞാൻ പിന്നെ എന്നായിരുന്നു, ഒത്തിരി പേര് പറഞ്ഞായിരുന്നു വെയിറ്റ് കുറയുന്നതിൻ്റെ കാര്യങ്ങളൊക്കെ പറയണമെന്നൊക്കെ പറഞ്ഞിട്ടുണ്ട്, പറയാം. പിന്നെ ഞാൻ മധുരം ഒഴിവാക്കിയാൽ മതി എന്നൊക്കെ പറഞ്ഞു, മധുരമൊക്കെ ഒഴിവാക്കിയിട്ടുണ്ട്. പിന്നെ എന്നായിരുന്നു, ആരായിരുന്നു, എനിക്കൊന്ന് നിത്യയാണോ അതോ രഞ്ജിനിയാണോ, ആരോ ഒരാൾ പറഞ്ഞ് സൗണ്ട് കുറവാന്ന് പറഞ്ഞേ. എനിക്ക് തോന്നുന്നു ഞാൻ ഇവിടെ ഫോൺ വെച്ചെങ്കിൽ മാറി നിന്ന് പറയുമ്പോഴാണെന്ന് തോന്നുന്നു സൗണ്ട് കുറവ് വരുന്നത് കേട്ടോ. ഞാൻ ശ്രദ്ധിക്കാം കേട്ടോ, ഇനി ഞാൻ ശ്രദ്ധിച്ചോളാം. പിന്നെ നമ്മുടെ കുട്ടികൾക്കൊരു ചങ്ങാതിക്കാത്ത അമ്മയുടെ കാര്യങ്ങളൊക്കെ പറഞ്ഞിട്ടോ, നല്ലൊരു അമ്മായിയമ്മ കേട്ടോ അത്. മരുമോടെ കാര്യങ്ങളൊക്കെ പറയുന്നത്, മരുമോളെക്കാളും അമ്മയ്ക്ക് ആരെ പറ്റി കുറ്റം പറയാനിട്ടില്ല കേട്ടോ. മകളെ ആണെങ്കിലും മകനെ ആണെങ്കിലും മരുമോളെ ആണെങ്കിലും കൊച്ചുമക്കളെ ആണെങ്കിലും എല്ലാം നല്ല ഇതായിട്ടാണ് പറയുന്നത്. അമ്മ പറഞ്ഞ് ശരിയാണ്, ഇപ്പം അമ്മ ചെയ്തു കൊടുക്കുന്നു. അമ്മയ്ക്ക് വയ്യാതാകുമ്പോഴത്തേക്ക് അവരമ്മ ഉറപ്പായിട്ടും നോക്കും, അതിനൊരു സംശയം വേണ്ട. ഇങ്ങനെ മനസ്സുള്ള ഒരു അമ്മയാകുമ്പോഴത്തേക്ക് അമ്മാനും പറഞ്ഞു കൂട്ടുകാരെ പോലെയാണ്. അങ്ങനെയൊക്കെ അമ്മായിമാരെയൊക്കെ കിട്ടാൻ പാടാണ് ഇപ്പോഴത്തെ. അതൊക്കെ കുഴപ്പമില്ല. എന്നാലും എനിക്കൊക്കെ എൻ്റെ അമ്മായിമ്മയൊക്കെ പേടിയായിരുന്നു കേട്ടോ, സത്യം. അമ്മ അങ്ങനെ ഉദ്ദേശിച്ചൊന്നുമില്ല, എന്നെ വെച്ചാൽ അമ്മയെന്ന് പറയുമ്പോൾ ഒരു പിള്ളേർ, അച്ഛൻ അമ്മ അങ്ങനെയൊക്കെ പറയുമ്പോൾ. പക്ഷെ ഇപ്പോഴുള്ള പിള്ളേർക്കൊന്നും അങ്ങനെയല്ല കേട്ടോ, കൂട്ടുകാരെ പോലെയാണ്. അമ്മായിയമ്മയാണെങ്കിലും അമ്മായിപ്പനാണെങ്കിലും എല്ലാവരും ഭയങ്കര കൂട്ടാണ്. എനിക്കത് ഞങ്ങളുടെ വീട്ടിൽ ഞങ്ങളുടെ പപ്പ ഭയങ്കര ദേഷ്യക്കാരനായിരുന്നു, അതുകൊണ്ടായിരിക്കാം ആ ഒരു പേടിയായിരുന്നായിരിക്കാം വന്നിടത്തും എനിക്കങ്ങനെ തോന്നിയത്. അപ്പം അമ്മ പറയുന്നത് കേൾക്കുമ്പോഴത്തേക്ക് ഒരുപാട് സന്തോഷം തോന്നണം കേട്ടോ. വയ്യാന്നൊക്കെ പറഞ്ഞു കുറച്ചൊക്കെ റെസ്റ്റ് എടുക്കുക, ഇങ്ങനെ ഓടി നടത്തി ജോലി ചെയ്യാതെ, പ്രായം ഇത്രയായില്ലേ. അവനവൻ്റെ ശരീരം അവനോ നോക്കിയാൽ കൊള്ളാം കേട്ടോ. പറയുന്ന ആരാ, ഞാൻ കാണിച്ചു വെക്കുന്നതാണ്. എപ്പോഴും ഒരിടത്ത് ഇറങ്ങിയിരിക്കുമോ, ഒരു ഇതുമില്ല. ഉപദേശിക്കാൻ എളുപ്പമാണ് നമുക്ക് മറ്റൊരാളെ, അങ്ങനെ ചെയ്യരുത് ഇങ്ങനെ ചെയ്യരുതെന്ന് പോലെ. പക്ഷെ നമ്മുടെ സ്വന്തം കാര്യം വരുമ്പോൾ നമ്മൾ ഈ ഉപദേശമൊക്കെ മാറ്റി വെക്കും, ഇല്ലേ? സത്യമല്ലേ? ഞാനിപ്പോൾ പറയാമേ അമ്മ പോയി മര്യാദയ്ക്ക് ഇരിക്കണം, അമ്മ അങ്ങനെ ചെയ്യില്ല ഇങ്ങനെ ഇല്ലെന്നൊക്കെ പറയും. പക്ഷേ എന്നോട് അങ്ങനെ ആരും പറഞ്ഞാൽ ഞാൻ ചുമ്മാ ഇരിക്കുകയില്ല. ഞാൻ എൻ്റെ ജോലി ചെയ്തിട്ടേ മാറും. പിന്നെ ഗീതച്ച് ചോദിച്ചായിരുന്നു കണ്ണന് പരീക്ഷയൊക്കെ തുടങ്ങിയെന്ന്. കണ്ണന് പരീക്ഷയൊക്കെ തുടങ്ങി കേട്ടോ. ഇനിയിപ്പോൾ നാളെ ഉണ്ട്, ശനിയാഴ്ചയുണ്ട്, അച്ഛനും ഉണ്ട് ശനിയാഴ്ച. ഇന്ന് പരീക്ഷയില്ല, ഇന്ന് ട്യൂഷനൊക്കെ പോയിട്ട് വന്നിട്ടുണ്ട്. എന്നിട്ട് അപ്പനും മോനും കൂടെ പുറത്തോട്ട് പോയേക്കുവാണ്. ഇപ്പോൾ വരാമെന്ന് പറഞ്ഞ് പോയത്, ഇതുവരെ വന്നില്ല. ഞാൻ ഈ വർത്തമാനം പറയുന്നതിൻ്റെ ഇടയ്ക്ക് കറിക്കുള്ളതൊക്കെ അരിഞ്ഞൊക്കെ എടുത്തായിരുന്നു കേട്ടോ. നമ്മുടെ മുരിങ്ങയ്ക്കായും എല്ലാം അരിഞ്ഞൊക്കെ എടുത്തിട്ടുണ്ട്. ഇനി ഇതെല്ലാം കൂടി ഇനി ഒന്ന് അടുപ്പയിലോട്ട് ചേർക്കട്ടെ. കരണ്ട് ഇപ്പം പോയി വന്നൊക്കെ നിൽക്കുവാന്നീ. എപ്പോഴും കരണ്ട് പോകാം, രാത്രിയിലാണേലും അതെ കരണ്ട് പോകുന്നുണ്ട്. പിന്നെ നമ്മുടെ ചക്കക്കുരു വെന്ത് കേട്ടോ, ചക്കക്കുരു വെന്തു. ഇനി അതിലേക്ക് മാങ്ങായും മുരിങ്ങയ്ക്കായും കൂടെ ഒക്കെ ചേർക്കാനായിട്ട്
കുറച്ച് ഞാൻ വെക്കുന്നുള്ളൂ, ഒത്തിരി വെക്കുന്നില്ലേ. കാര്യം വൈകുന്നേരം മിക്കപ്പോഴും ദോശയോ അങ്ങനെ എന്തെങ്കിലും ഒക്കെ ആയിരിക്കും. അപ്പം ഈ കറി തീരുകയില്ല. നല്ല പുളിയുള്ള മാങ്ങയാട്ടോ. ഇന്നലെ ആരൊക്കെയോ പറഞ്ഞായിരുന്നു ചക്ക നമ്മൾ അരിയുമ്പോൾ പകുതി നമ്മുടെ വയറ്റിലോട്ട് പോകും, നമ്മൾ തിന്ന്. സത്യമായിട്ടോ, ചക്ക തന്നെയാണ് കേട്ടോ. മാങ്ങ അരിയുമ്പോഴും നല്ല പുളിയാണ്. ഞാൻ പുളി മാങ്ങ തേങ്ങ വലിയ താല്പര്യമില്ല കേട്ടോ. ബാക്കി ഇങ്ങനെ ചക്കയൊക്കെ വരുമ്പോഴത്തേക്ക് മാങ്ങ വരുമ്പോഴത്തേക്ക് അതിൻ്റെ പുളിയും ഭയങ്കര ഇഷ്ടം. മാങ്ങ അത്ര വേണ്ട, എന്നാലും ഞാൻ ഈ മാങ്ങാണ്ടി കറിക്കത്തിരുവേ. മാങ്ങാണ്ടി കറിക്കത്തിരുന്നത് ഭയങ്കര ഇഷ്ടം. ഇനി ഒരു തോരനും കൂടെ വെക്കണം. അപ്പന് മോനും കൂടെ പപ്പടമൊക്കെ മേടിച്ച് വരാമെന്ന് പറഞ്ഞ് പോയേ പോയിട്ടോ. പപ്പടമൊക്കെ ഇനി എത്തുമില്ല ദൈവത്തിനറിയാം. ഞാൻ പരിസരം പപ്പടം മേടിക്കാൻ പറഞ്ഞു. അതിന് പപ്പടം മേടിച്ചു. പിന്നെ മീൻ പറക്കാനായിട്ട് ഇരിപ്പുണ്ട്, അതും കൂടെ മതി. ഞാൻ രാവിലെ പാത്രം കഴിച്ച് കഴിഞ്ഞിട്ട് കുറേ തുണിയൊക്കെ ഉണ്ടായിരുന്നു. ഞാൻ പറഞ്ഞില്ല കുറേ ദിവസം മേളിലോട്ട് ചെല്ലണമെന്ന് പറഞ്ഞ് ഇന്നാണ് മേളിലോട്ട് പോകാനൊക്കെ സമയം കിട്ടിയത് കേട്ടോ. അപ്പം മേളിൽ പോയി അതെല്ലാം ചെയ്തു. ഇനി ഇതും കൂടെ ഇവിടെ നിന്ന് വേഗത്തേക്ക് ഞാൻ തേങ്ങയൊക്കെ അരച്ചോണ്ട് വെട്ടെ. കൈക്കൊക്കെ അങ്ങ് ചൊറിച്ചിലാണ്. എന്നാന്ന് എനിക്കറിയത്തില്ല, അതിന്റെ അലർജി വല്ലതാണെന്ന് എനിക്കറിയത്തില്ല കേട്ടോ. ഭയങ്കര ചൊറിച്ചില്ല കൈയല്ല. കൈക്കൊക്കെ വേറെ കളറായി, എന്നാലോ കൈയുടെ തൊലി ഇരിക്കുന്നതാണ് കേട്ടോ. അല്ലാതെ ഒരു വകയായിട്ടേ ഇരിക്കുന്നത്. ഞാൻ ലിക്വിഡും കൂടെ കളയട്ടെ, എനിക്ക് അതിന്റെ സ്മെല്ല് ഒട്ടും ഇഷ്ടപ്പെടുന്നില്ല. കമത്തി കളഞ്ഞേക്കാം. ഈ ചീൻചട്ടിയാണ് ഞാൻ കഴുകാനായിട്ട് എടുത്തത്. ഇപ്പം ഇതിൻ്റെ സൈഡിലൊക്കെ ഇങ്ങനെ ഈ പാത്രം നല്ലപോലെ പഴുത്ത് വരുമ്പോഴത്തേക്ക് അങ്ങനെ വരുന്നതാണ് ആ കളർ വ്യത്യാസമൊക്കെ. അപ്പം ഞാൻ ഇതൊന്ന് പോകുമോ അറിയാൻ വേണ്ടിയാണ് ഇതിൻ്റെ പുറത്ത് ഒഴിച്ച് വെച്ചിട്ട് ഒരു 5 മിനിറ്റ് ഒഴിച്ച് വെച്ചാണ് ഞാനിത് ഉരച്ച് കഴുകാനായിട്ട് തുടങ്ങിയത്. അപ്പം കുളിക്കുന്നതിനൊക്കെ മുന്നെയാണ് ഞാൻ പറഞ്ഞില്ലേ പാത്രമൊക്കെ ഒരുപാട് എടുത്ത് വെച്ചേക്കുമായിരുന്നു കഴുകാനായിട്ട് ഇതിനകത്ത്. അപ്പം അതിന് വേണ്ടി മാറ്റി വെച്ചതായതുകൊണ്ട് കുളിക്കുന്നതിന് മുന്നേ പാത്രമൊക്കെ കഴുകി വെച്ചാൽ കുളിക്കാമെന്ന് വിചാരിച്ചിട്ടുണ്ടെന്ന്. അപ്പം അതിനൊക്കെ മുന്നേ എടുത്ത വീഡിയോ ആണേ. അപ്പോൾ ഇത് കണ്ടത് ഉരച്ച് കഴുകുമ്പോഴത്തേക്ക് നല്ലപോലെ നമ്മൾ ബലം കൊടുത്ത് ഉരച്ചാൽ മാത്രമേ അത് പോകത്തുള്ളൂ കേട്ടോ. അതിപ്പോൾ എനിക്കൊന്ന് ഇച്ചിരി ചാരവും ഇതൊക്കെ ഇട്ട് തേച്ചാലും അങ്ങനെ പോവുകയൊക്കെ ചെയ്യും. പക്ഷേങ്കിൽ ഇത് പെട്ടെന്ന് പോകുമെന്നും പറഞ്ഞുകൊണ്ട് ഒഴിച്ച് വെച്ച് ഒരു ഇച്ചിരി കഴിയുമ്പോഴത്തേക്ക് അത് മൊത്തം അങ്ങ് അലിഞ്ഞു പോകുമെന്നുള്ള രീതിക്കൊക്കെ ആയിരുന്നു പറഞ്ഞത്. അത് വെച്ചാണ് ഞാനും ഒന്ന് ശ്രമിച്ച് നോക്കിയത്. പക്ഷേ വെറുതെയാണ് എല്ലാം കേട്ടോ. അത്രയും ബലം പിടിച്ച് ഉരച്ചപ്പോഴാണ് അതൊന്ന് പോയി കിട്ടിയത്. എന്നാലും പൂർണ്ണമായിട്ടൊന്നും പോകുന്നൊന്നുമില്ല കേട്ടോ. ഇതുണ്ട് കുറേശ്ശേ പോകുന്നുള്ളൂ. പിന്നെ കഴുകിയെടുക്കുമ്പോൾ അന്നേരം തെളിച്ചമുണ്ട്, നല്ലതുണ്ട്. പിന്നെ അലൂമിനിയം പാത്രത്തിൽ വെച്ച് ഞാൻ പറഞ്ഞില്ലേ പുളി അടുപ്പിൽ വെച്ച് വേവിക്കാതിരിക്കുന്നതായിരിക്കും ഏറ്റവും നല്ലത്. അലൂമിനിയം പാത്രം ശരിക്കും പ്രശ്നം. ഒരു അലൂമിനിയം പാത്രത്തിന് ഒരു കുഴപ്പവും ഇല്ലെന്നൊക്കെയായിരുന്നു പറഞ്ഞത്. കുറേയൊക്കെ പോയില്ല എന്നല്ല, കുറച്ചൊക്കെ പോയി. എന്നാലും അങ്ങോട്ട് എനിക്കൊരു തൃപ്തിയായിട്ടില്ല കേട്ടോ. ഞാൻ ഇങ്ങനെയല്ലായിരുന്നു പ്രതീക്ഷിച്ചത്. നല്ല ഒത്തിരി ഇട്ട് നമ്മൾ ഉരയ്ക്കാതെ ചെറുതായിട്ടൊന്ന് ചെയ്യുമ്പോഴത്തേക്കും അതുകൊണ്ട് എൻ്റെ കൈയുടെ മുറിവുള്ളതുകൊണ്ടുണ്ടല്ലോ എനിക്ക് ഭയങ്കര പാടായിരുന്നു കേട്ടോ ഉരയ്ക്കാനായിട്ട്. എന്നിട്ട് ഈ കമ്പിയും കൂടെ ആകുമ്പോഴത്തേക്ക് പിടിക്കാൻ ഭയങ്കര പാടായിരുന്നു. എന്നിട്ട് ഞാനത് പോയി കിട്ടുമോ എന്ന് അറിയാൻ വേണ്ടിയായിരുന്നു അത്രയും കിടന്ന് കഷ്ടപ്പെട്ടത്. ഉണ്ടാക്കിയത് പ്രയോജനപ്പെടുമോ ഇല്ലയോ എന്നറിയണമല്ലോ. പക്ഷേങ്കിൽ എനിക്കത് വലിയതായിട്ട് തോന്നിയില്ല. ഇനി മറ്റുള്ളവരുടെ കാര്യം എനിക്കറിയില്ല കേട്ടോ. എൻ്റെ ഒരു അഭിപ്രായമാണ് ഞാൻ പറഞ്ഞത്. അത് എനിക്ക് ഒട്ടും ഇഷ്ടപ്പെട്ടില്ല. ആ കൂടെ കൈയുടെ അവസ്ഥയും കൂടെ ഇങ്ങനെ ആയപ്പോഴത്തേക്കുണ്ടല്ലോ സന്തോഷമായി, ഭയങ്കര സന്തോഷമായി. അതിപ്പോൾ ഞാൻ കൈ കാണിക്കുമ്പോഴത്തേക്കും മനസ്സിലാകും കൈയുടെ ഒരു അവസ്ഥയും കൂടെ. പക്ഷേ കുറച്ച് കഴിയുമ്പോഴത്തേക്ക് മാറി കേട്ടോ. വൈകുന്നേരമൊക്കെ ആയപ്പോഴത്തേക്കും ഓക്കെ ആയി. ഇത് കണ്ട് ഇന്നലെ ഉണ്ടാക്കിയ ലിക്വിഡ് കൊണ്ട് പാത്രം കഴുകിയതാണ് എൻ്റെ കൈ ഈ അവസ്ഥയിലായത്. കൈയുടെ അകമെല്ലാം ഒരുമാതിരി തൊലിയൊക്കെ ഒരുമാതിരി തൊട്ടാൽ പോലും അറിയാൻ പറ്റാത്ത പോലത്തെ അവസ്ഥയായിട്ടുണ്ട്. കൈയൊക്കെ അങ്ങ് മരം പോലെ ഇരിക്കുന്ന 2 കൈയും അതെ.
പറഞ്ഞായിരുന്നു അതെടുത്തപ്പോൾ നല്ല പതയായിരുന്നു കേട്ടോ. ഇന്നലെയൊക്കെ നല്ല പതയായിരുന്നു കേട്ടോ. ഇന്നെങ്കിൽ ഒരു പതയില്ല, ഒരു കൊണ്ടുപോയില്ല. പതയൊക്കെ തീരെ കുറവായിരുന്നു. ഞാൻ ഇവിടെ ആയിരുന്നു ഈ മാങ്ങയുടെ തൊലിയും പിന്നെ ഉള്ളിയുടെ തൊലിയും മുരിങ്ങയ്ക്കയുടെ തൊലിയൊക്കെ ഉണ്ട്. അപ്പോൾ അതെല്ലാം ഇതിനകത്തോട്ട് ഇടാമെങ്കിലേ പച്ചക്കറിയുടെ ചൂട്ടിലോട്ട് ഇടാമെന്നല്ല. ഞാൻ ഇനി തേങ്ങയൊക്കെ ഇറക്കട്ടെ, അല്ല അത് വെന്ത് വല്ലാതായി പരുമ്പ് വെന്ത് എഴുത്തേക്ക് അതിലേക്ക് ചേർക്കാണ്ട് തേങ്ങയൊക്കെ ഇറക്കട്ടെ. അപ്പം മറക്കണ്ട, ഇത് ആർക്കെങ്കിലും ഒക്കെ ഇത് ചെയ്തത് കുഴപ്പമില്ല, നല്ലതായിരുന്നു, ഞാൻ പറഞ്ഞത് തെറ്റാണെന്നുണ്ടെങ്കിൽ ക്ഷമിക്കുക. എൻ്റെ അനുഭവമാണ് ഞാൻ പറഞ്ഞത്. ഇനി മറ്റുള്ളവർക്കൊക്കെ പ്രയോജനപ്പെട്ടെങ്കിൽ പെടട്ടെ. എനിക്ക് എന്നാണ് പ്രയോജനപ്പെട്ടില്ല. ഞാൻ ഇന്നലെ വീഡിയോയിലൂടെ കാണിച്ചായിരുന്നു പുളി ഉണ്ടെങ്കിൽ കളയല്ലേ, എടുക്കണമെന്നും മറ്റേത് മറിച്ചതൊക്കെ. ഞാനും ഇന്നലെ ഭയങ്കര സന്തോഷത്തിലൊക്കെ ആയിരുന്നു. രാവിലെ ഞാൻ പറഞ്ഞില്ലേ പാത്രം എല്ലാം കൂട്ടി വെച്ചൊക്കെ വരുന്നു കഴുകാനായിട്ട്. രാവിലെ നല്ല അടിപൊളിയായിട്ട് പാത്രമൊക്കെ കഴിയണം, വീഡിയോ എടുക്കണം എന്നൊക്കെ ഓർത്തിരുന്നു. പക്ഷെ പാത്രം കഴുകി തുടങ്ങിയപ്പോൾ തൊട്ട് എൻ്റെ മൂടങ്ങ് പോയി. അതുകൊണ്ട് ഞാൻ എൻ്റെ അഭിപ്രായം പറഞ്ഞാണ്, എൻ്റെ അനുഭവം പറഞ്ഞാണ്. പ്രയോജനമുള്ളവർ ഉപയോഗിക്കുക. പ്രയോജനം ഞാൻ പറഞ്ഞിട്ടാരും ഇത് ഉപയോഗിക്കണ്ട. ഇത് നല്ലതാണെന്ന് ഞാൻ ഒരിക്കലും പറയത്തില്ല. എനിക്കെന്താ കൂടുതൽ സോഡാപ്പൊടിയും വിനാഗിരിയൊക്കെ കുറേ കയ്യെ നമ്മൾ പറ്റി കഴിയുമ്പോഴത്തേക്ക് നമ്മുടെ കൈക്ക് ഒരിത് വരത്തില്ലേ, അതായിരിക്കാൻ സംഭവിച്ചെന്ന് തോന്നുന്നു. ഇനി എനിക്ക് അലർജി വല്ലതായിട്ടാണോ എന്നാണെന്ന് തോന്നുന്നു എനിക്ക്. പക്ഷെ എനിക്കങ്ങനെ പൊതുവെ അലർജിയുള്ള ആളല്ല കേട്ടോ. അങ്ങനെ അലർജി എന്ന് പറഞ്ഞാൽ വിമ്മിൻ്റെ ആണെങ്കിൽ ചാരമൊക്കെ ഇട്ടാണ് പാത്രം കഴിയാൻ എനിക്ക് കുഴപ്പമൊന്നുമില്ല. അങ്ങനെ ഒരു പെട്ടെന്നൊരു സ്ഥിരമായിട്ട് ഇങ്ങനെ യൂസ് ചെയ്യും, വിമ്മിൻ്റെ കട്ടി സ്ഥിരമായിട്ട് യൂസ് ചെയ്യുമ്പോഴേ ഉള്ളൂ. ഇടയ്ക്കൊക്കെ ഞാൻ ഉപയോഗിക്കാറുണ്ട്. സ്ഥിരമായിട്ട് യൂസ് ചെയ്യുമ്പോഴേ ഉള്ളൂ എൻ്റെ കൈക്ക് കുഴപ്പം, അല്ലാതെ തൊട്ട ഉടനെ അലർജി വരുന്ന ഒരാളൊന്നുമല്ല. ഞാൻ ഇനി തേങ്ങയൊക്കെ അരച്ച് ചേർക്കട്ടെ. അച്ചു അപ്പുറത്തുനിന്ന് ഒരു തവി മുടങ്ങി എടുത്തേര്. ചക്കക്കുരു മാങ്ങായി എല്ലാം കൂടെ കറി വെക്കുന്നത് തേങ്ങയും ജീരകവും ചുവന്നുള്ളി മഞ്ഞളും കൂടെ അരച്ചതാണ്. പുശകലവും ഇനി ചൂടാകുമ്പോഴത്തേക്ക് ഇത് ഓഫ് ചെയ്തിട്ട് ഇതിലേക്ക് നമ്മുടെ ഉള്ളി മുളകും എല്ലാം കൂടെ ഒന്ന് വറുത്ത് ചേർക്കും. ഉപ്പായി ഇതുണ്ട്. ഇത് ലിക്വിഡ് ചേർത്ത് ഞാൻ കഴുകിയതാണ്. എൻ്റെ ആരോഗ്യത്തിൻ്റെ കൂടുതൽ കൊണ്ട് ഇത്രയും വെളുത്തതാണ്. ചോരച്ച് എടുത്തതാണ്. 2 തണ്ട് കറിവേപ്പില മാത്രം. എണ്ണ ഒഴിക്കാൻ വരുവാ. ഞാൻ അടുപ്പിൽ തീ പോലും കത്തിച്ചില്ല. അച്ഛാ ഡോറും കിടച്ചില്ല. അവരവിടെ ഫോണൊക്കെ ഉണക്കം ഭയങ്കര സൗണ്ട് ഇങ്ങോട്ട് വരും. ഞാൻ കടുക് വറക്കാനായിട്ട് എടുത്താണ്. എന്നാണോ അതിൻ്റെ ഇടയ്ക്ക് വേറെ ഏതാണ്ട് പറയാൻ വന്നാട്ടോ, മറന്നുപോയി. എനിക്ക് ഇച്ചിരി കറിവേപ്പിലയൊക്കെ കിട്ടി കേട്ടോ. പറയാൻ വന്ന എന്നാന്നറിയാമോ, ഞാൻ ഇപ്പം ആണ് അപ്പനും മോനും കൂടെ പുറത്തോട്ട് പോയിട്ട് വന്നപ്പോഴത്തേക്കുണ്ടല്ലോ അവർ ഉച്ചക്കത്തേക്കുള്ളത് കഴിക്കാൻ മേടിച്ചുകൊണ്ട് വന്നു. ചേട്ടന് അത് ഇഷ്ടമല്ലാത്ത കൊണ്ട് ചേട്ടന് ചോറ് മതി എന്ന് പറഞ്ഞ് ഞങ്ങൾക്ക് എന്നതാ കൊണ്ടുവന്നതെന്നുള്ളത് കാണിച്ചു തരുന്നത്. കറിക്ക് ഇനി കടുകും കൂടെ വറുത്ത് ഒരു ഇച്ചിരി തോരനും കൂടെ വെച്ചാൽ മതി. നമ്മുടെ ചോറും നല്ല കറി റെഡിയായി.
ഉള്ള സൈസ് പരന്ന തവിയില്ലേ, അത് തന്നെ. ഉണ്ടുണ്ട്, അവിടെ കവറിനകത്തുണ്ട്. ഞാനാണ് ഈ കറിവേപ്പില കൊണ്ടുവന്നപ്പോഴല്ലോ ഇഷ്ടം പോലെ കറിവേപ്പില കറിക്കത്തിട്ടുണ്ടെങ്കിൽ ചേട്ടൻ പറയാം കറിവേപ്പില ഇല്ലായിരുന്ന സമയത്ത് സമാധാനം ഉണ്ടായിരുന്നു. ഇപ്പോൾ ഉള്ള കറിവേപ്പില മൊത്തം ഉണ്ടെന്ന് കറിക്കകത്ത്. കുറച്ച് ഞാൻ വെക്കുന്നല്ല, ഞാൻ മുമ്പേ പറഞ്ഞായിരുന്നല്ലോ ഉച്ചക്കത്തേക്ക് മാത്രം മതി ഇവിടെ കറി. പിന്നെ വൈകിട്ടത്തേക്ക് മിക്കപ്പോഴും ദോശയോ അങ്ങനെ ഇങ്ങനെയൊക്കെ ആയിരിക്കും. നേരത്തെ അങ്ങനെ അല്ലായിരുന്നു കേട്ടോ. ഞങ്ങൾ വൈകിട്ട് കൂടിപ്പോയോ ചോറായിരുന്നു. ഇല്ലായിരിക്കും, തേങ്ങയും കൂടെ ഒക്കെ ഇടുമ്പോഴത്തേക്ക് സെറ്റായിക്കോളും. വെളുത്തുള്ളി മഞ്ഞളും ജീരകവും കൂടെ ചതച്ചാണ്. ബീൻസ് തോരനും കൂടെ റെഡിയായി. ഇതാണ് ഞങ്ങൾക്കുള്ള സ്പെഷ്യൽ ബിരിയാണിയാണ് ഇന്ന്. ഞങ്ങൾക്ക് 3 പേർക്കും ബിരിയാണി, ചേട്ടന് ബിരിയാണി വേണ്ടാന്ന് പറഞ്ഞു. പപ്പടവും തോരനും ചക്കക്കുരു മുരിങ്ങയ്ക്കയും കൂടെ കറിയും കൂടെ. അപ്പം ഞങ്ങൾ ഇനി കഴിക്കൊക്കെ ചേട്ടെ. കണ്ണേട്ടോ ബായോ. സ്പൂൺ എടുത്ത് ഇത് എടുക്ക്, പാത്രത്തിലോട്ട് എടുക്ക്. അപ്പം നമ്മുടെ വിശേഷങ്ങളൊക്കെ ഇതൊക്കെയായിരുന്നല്ലോ. കണ്ടല്ലോ, നമുക്ക് പറ്റിയ അബദ്ധങ്ങളും കാര്യങ്ങളും എല്ലാം കണ്ടല്ലോ. ശരിക്കും പറ്റി. ഇപ്പോഴും എൻ്റെ കൈയുടെ ചൊറിച്ചിൽ മാറിയിട്ടില്ല കേട്ടോ. ഈ വിരലൊക്കെ ശരിക്കും ചൊറിയുന്നുണ്ട്. ഇപ്പോഴും ഞാൻ ഓയിൽമെൻറ്റൊക്കെ പറ്റിക്കൊണ്ടൊക്കെ ഇരിക്കുന്നു. അപ്പം നമ്മുടെ വിശേഷങ്ങളൊക്കെ ഇതൊക്കെയായിരുന്നു. നമ്മുടെ വീഡിയോ ഒക്കെ അവസാനിപ്പിക്കാൻ സമയമായിട്ടുണ്ട്. അടുത്ത വിശേഷങ്ങളൊക്കെ ആയിട്ട് നമുക്കിനി അടുത്ത വീഡിയോയിലൂടെ കാണാമേ. ഇപ്പോൾ ഉച്ച വരെയുള്ള വീഡിയോസൊക്കെ മാത്രം എടുത്തേച്ച് വൈകിട്ടത്തേക്ക് എടുക്കാതെ എന്നാന്ന് ചോദിച്ചാൽ എഡിറ്റിംഗ് ഒക്കെ വരുമ്പോഴത്തേക്ക് ഒത്തിരി താമസം വരും. പിന്നെ ഓരോ കാര്യങ്ങളും ഒക്കെ ചെയ്ത് നടക്കുന്നതിൻ്റെ ഇടയ്ക്ക് പിന്നെ എഡിറ്റ് ചെയ്യാനുള്ള സമയം കിട്ടത്തില്ല. അങ്ങനെ ഓരോരോ പ്രശ്നങ്ങളൊക്കെ വരുന്നതുകൊണ്ടാണ് ഉച്ച വരെയുള്ള വീഡിയോ എടുത്ത് വെച്ച് ഉച്ച കഴിഞ്ഞ് എഡിറ്റ് ചെയ്ത് വൈകുന്നേരം ആകുമ്പോഴത്തേക്ക് എല്ലാം ഒന്ന് സെറ്റാക്കി വെക്കാൻ പറ്റുന്നുണ്ട്. അപ്പം നേരത്തെ എന്ന് പറഞ്ഞാൽ അങ്ങനെയല്ലായിരുന്നു. ഇന്ന് എടുക്കുന്ന വീഡിയോ നാളെയായിരുന്നു ഇടുന്നത്. അപ്പം നമുക്ക് ഇഷ്ടം പോലെ സമയമുണ്ട് അത് ഫുള്ള് ഒരു ദിവസത്തെ വിശേഷങ്ങൾ മുഴുവനും എഡിറ്റ് ചെയ്യാനായിട്ട്. അപ്പം നമ്മുടെ ഇന്നത്തെ വിശേഷങ്ങളും കാര്യങ്ങളും ഇതൊക്കെയാണ്. നമ്മുടെ വീഡിയോ ഒക്കെ അവസാനിപ്പിക്കാൻ സമയമായിട്ടുണ്ട്. അടുത്ത വിശേഷങ്ങളും കാര്യങ്ങളൊക്കെ ആയിട്ട് നമുക്കിനി അടുത്ത വീഡിയോയിലൂടെ കാണാമേ. അതുപോലെ മറക്കണ്ട കേട്ടോ, വീഡിയോ കണ്ട് ഇഷ്ടപ്പെടുവാണെങ്കിൽ, ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കണേ. അതുപോലെ ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക കേട്ടോ. നമുക്കിനി അടുത്ത വീഡിയോയിലൂടെ വീണ്ടും കാണാമേ.